മറ്റ് ഓരോ സംഗതികളും പറയാം. അതിന് മുമ്പ് ഒരു ചെറിയ സംഗതി, എന്താണ് ഈ നീട്ടിയത് എന്ന് നമുക്കറിയണ്ടേ. പുതിയ നോട്ടിഫിക്കേഷനാണ്. 31/10/2022 നോട്ടിഫിക്കേഷൻ പ്രകാരം എക്സ്റ്റൻഷൻ ഓഫ് ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് അസൈൻമെന്റ് ഫോർ ODL ആൻഡ് ഓൺലൈൻ പ്രോഗ്രാം, ഓൺലൈൻ പ്രോഗ്രാമിനും ODL പ്രോഗ്രാമിനും വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ കോമ്പിറ്റന്റ് അതോറിറ്റി ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നത് ബോത്ത് ഇൻ ഹാർഡ് കോപ്പി ആൻഡ് സോഫ്റ്റ് കോപ്പി. സോഫ്റ്റ് കോപ്പിയിൽ അസൈൻമെന്റ് അയക്കുക എന്ന് പറഞ്ഞാൽ ഇമെയിലിലോ ഇഗ്നോയുടെ പോർട്ടലിലോ അയച്ചു കൊടുക്കുക. അത് ദയവ് ചെയ്ത് ചെയ്യേണ്ട. ഹാർഡ് കോപ്പി താങ്കൾ പോസ്റ്റലിൽ അയച്ചു കൊടുക്കുക. നേരിട്ട് ഈ COVID-19 കാലത്ത് അല്ലെങ്കിൽ സാമ്പത്തികമായി പ്രയാസമുള്ള സ്ഥലത്ത്, ഇപ്പൊ കാസർഗോഡിൽ നിന്ന് ഒരു കുട്ടി വടകര വരെ വന്നിട്ട് ഇത് കൊടുക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ കാസർഗോഡിൽ നിന്ന് കണ്ണൂർ വന്നിട്ട് SN കോളേജിൽ കൊടുക്കേണ്ട ഒരു അവസ്ഥ, പത്തനംതിട്ടയിലെ ഒരു അറ്റത്ത് നിൽക്കുന്ന ഒരാൾ ഈ മാർ ഇവാനിയസ് കോളേജിലേക്ക് കൊണ്ടുവന്നോ അല്ലെങ്കിൽ കാത്തലിക് കോളേജിലോ കൊണ്ടുവന്ന് കൊടുക്കേണ്ട അവസ്ഥ. പാലക്കാട് ജില്ലയിൽ സ്റ്റഡി സെന്റർ ഇല്ല. പാലക്കാട് ജില്ലയിലെ ഒരു കുട്ടി ചിലപ്പോൾ എറണാകുളത്തേക്ക് കൊണ്ടുവന്ന് കൊടുക്കണമെങ്കിൽ ഒരു ദിവസവും 500 രൂപയും നഷ്ടമാണ്. അതുപോലെ ശ്രീ കേരളവർമ്മയിൽ കൊണ്ടുപോയി കൊടുത്താൽ അവിടെ പോയ പെട്ടി വെച്ചിട്ടുണ്ടാവും, അതിൽ കൊണ്ട് ഇടുക, നമ്മൾ ഇങ്ങോട്ട് വരിക, അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചിലർ അതിൽ കൃത്യമായിട്ട് റെസിപ്റ്റ് തരും. ചില സ്റ്റഡി സെന്റേഴ്സ് വളരെ ഗംഭീരമായിട്ടുള്ള സ്റ്റഡി സെന്റർ, മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട്. ആ സ്റ്റഡി സെന്റേഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് അസൈൻമെന്റ് തന്നു എന്നിരിക്കും, അതിൻ്റെ കോപ്പി തന്നു എന്നിരിക്കും. പക്ഷെ അവിടെ ഈ സമയത്ത് വളരെ തിരക്കാണ്, വളരെ വലിയ ക്യൂ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പോസ്റ്റലിൽ പോയാൽ നിങ്ങൾക്ക് കൃത്യമായി അത് കിട്ടിയെന്നും നിങ്ങൾ ഇന്നതൊക്കെ അയച്ചു എന്നും നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടാകും. അപ്പോൾ ഈ ദിവസം വരെ അസൈൻമെന്റ് വയ്ക്കാനുള്ള സമയം നീട്ടിയിട്ടുണ്ട്. ബോത്ത് ഹാർഡ് കോപ്പി ആൻഡ് സോഫ്റ്റ് കോപ്പി. സോഫ്റ്റ് കോപ്പിയിൽ അയക്കാം. ആരെന്നറിയാമോ? താങ്കൾക്ക് യാത്ര ചെയ്യാൻ ശാരീരികമായി പറ്റായിക, താങ്കൾക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് പോകാൻ ശാരീരികമായി പറ്റായിക, ഒന്നിലോ നിങ്ങൾ ഒരു പ്രഗ്നന്റ് ലേഡി, അല്ലെങ്കിൽ ഒരു കിടപ്പ് രോഗി, അല്ലെങ്കിൽ അന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ മീറ്റിംഗ്, അങ്ങനെ എന്തെങ്കിലും ഒരു സുപ്രധാനമായ സംഗതികൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു റെപ്രസെൻറ്റേറ്റീവിലൂടെ ഇതിങ്ങനെ നിങ്ങൾക്ക് ഈ സോഫ്റ്റ് കോപ്പി അയക്കാം. അതല്ല എങ്കിൽ താങ്കൾ ദയവ് ചെയ്ത് നേരിട്ട് തന്നെ എത്തിക്കുക, പോസ്റ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡേറ്റ് നീട്ടിയിരിക്കുന്നു. ഇതെന്തുകൊണ്ട് മുബാറക് മാസ്റ്റർ 2 ദിവസം വൈകി ഈ റിപ്പോർട്ട് ഇടുന്നത്? പല ചാനലുകളും ഇത് നേരത്തെ ഇട്ടല്ലോ. നേരത്തെ ഇടാം. പക്ഷെ ഇവിടെ 31/10/2022 ഞാൻ പ്രണയിക്കുന്ന എൻ്റെ യൂണിവേഴ്സിറ്റി 31/10/2022 പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും അർത്ഥത്തിൽ ചോർത്തിയിട്ട് ഏതെങ്കിലും രീതിയിൽ ഇത് താങ്കളുടെ അടുത്തേക്ക് എത്തി യൂട്യൂബിൽ റീച്ച് ഉണ്ടാക്കുന്ന ഒരു കോമാളി വേഷം മുബാറക് മാസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഒരു എഡ്യൂക്കേഷണലിസ്റ്റാണ്, ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. എൻ്റെ യൂണിവേഴ്സിറ്റി പറയണം, എൻ്റെ യൂണിവേഴ്സിറ്റി ആധികാരികമായി പോർട്ടലിൽ പറയണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ശാസ്ത്രീയമായി ഒരു കൗൺസിലർ എന്നുള്ള നിലക്ക് ശാസ്ത്രീയമായി ഞാൻ ഒരു സ്പെക്കുലേഷൻ നടത്തണം. അത് എന്നെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വൈകി താങ്കൾക്ക് അയക്കുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ താങ്കൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് സംഗതികൾ ഞാൻ പറയുന്നുണ്ട്. ആഴത്തിൽ ഈ വീഡിയോ കേൾക്കുക, മറ്റുള്ളവർക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കുക.